Welcome to the rock music world. The Bluetooth is ready to connect. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു കുഞ്ഞൻ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ വളരെ വലിപ്പം കുറവാണ്. ഏറ്റവും കുറഞ്ഞ വലിപ്പത്തിൽ നല്ല ബാസും കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്നും അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. നമുക്കിത് അഴിച്ചു നോക്കിയിട്ട് കംപ്ലയിൻറ്റ് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടിയിട്ട് ഇത് താഴ്ഭാഗത്ത് ഗമ്മിട്ട് വെച്ചിരിക്കുകയാണ്. നല്ല ഇച്ചിരി സ്ട്രോങ് ഗമ്മാണ്. ഞാനത് അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ കാണുന്നത് ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കാണുന്നുണ്ട്, പിന്നെ നമുക്കതിൽ വരുന്നത് ഒരു USB ബോർഡ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് നമ്മൾ സിലിക്കൺ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ഇളക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൽ കാണാവുന്നത് ഒരു USB ബോർഡാണ്, ബ്ലൂടൂത്ത് റിസീവർ ബോർഡാണ്. പിന്നെ ഓഡിയോ ആംപ്ലിഫയറിൻ്റെ IC കാണുന്നുണ്ട്. ബാറ്ററി ഉണ്ട്. ബാറ്ററി വലിയ കപ്പാസിറ്റി ഒന്നും ഇല്ലെങ്കിലും നമുക്കൊരു അരമണിക്കൂറൊക്കെ 1 മണിക്കൂർ വരെയൊക്കെ നമുക്ക് പ്ലേ ചെയ്യിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് ഒരു ബ്ലൂടൂത്ത് റിസീവറും പിന്നെ ഒരു ആംപ്ലിഫയറാണ്. പിന്നെ നമ്മൾ കാണുന്നത് ബാറ്ററിയാണ്. ബാറ്ററി അതിൽ ഗം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കത് ഇളക്കിയെടുക്കാം. ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയാണ് കാണാം. അതിൽ വരുന്ന 1.5 ഇഞ്ച് ബൂഫറാണ് ഇതിൽ വരുന്നത്. 1.5 ഇഞ്ചിൻ്റെ ബൂഫറാണ്. അതിലേക്കുള്ള കണക്ഷൻ ഞാൻ വെടിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, സൗണ്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് ബൂഫർ അഴിച്ചു നോക്കാം. ബൂഫർ അവിടെ ഗം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാറ്ററി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് അഴിച്ചു നോക്കാം. ഇതാണ് ബോർഡ് വരുന്നത്. അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ വരുന്നുണ്ട്, പിന്നെ 2 IC വരുന്നുള്ളൂ. ഓഡിയോ ICയും ബ്ലൂടൂത്ത് റിസീവറേ വരുന്നുള്ളൂ. അപ്പോൾ ഈ മോഡലിൽ ബ്ലൂടൂത്ത് സ്പീക്കർ വരുന്നത് ബോട്ട് JBL ഒക്കെ കോപ്പിയാണ് വരുന്നത്. കോപ്പി മോഡലാണ്. ഏകദേശം അതേ വർക്കിംഗ് തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു 300 മുതൽ 600 റേഞ്ചിലൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ അധികം കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സൗണ്ട് വരുന്നുണ്ട്, കൂടാതെ നല്ല ബാസും വരുന്നുണ്ട്. അപ്പോൾ ഈ ബാസും കാര്യങ്ങളൊക്കെ ഇതിൽ മെയിനായിട്ട് വരാനുള്ള കാരണം, അപ്പോൾ ഇതിൽ മെയിനായിട്ട് ബാസ് കിട്ടാനുള്ള കാരണം ഇതിൻ്റെ വൂഫറാണ്. വൂഫർ, സ്പീക്കർ, മിഡ് റേഞ്ച് എല്ലാ റേഞ്ചിലുള്ള സൗണ്ട് ഇതിൽ വരുന്നുണ്ട്. അതിനനുസൃതമായിട്ടാണ് ഈ കോയിൽ പൈൻറ്റ് ചെയ്തിട്ടുള്ളതും അതേപോലെ അതിൻ്റെ പേപ്പർ ക്രമീകരിച്ചിട്ടുള്ളതും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ സൗണ്ടും ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ബാസും കിട്ടുന്നുണ്ട്, അതുപോലെ ട്രബിളും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫുൾ റേഞ്ച് സ്പീക്കറാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പീക്കർ ചെക്ക് ചെയ്തപ്പോൾ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്കിത് സർവീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇതാണ് ഇതിൻ്റെ ബൂഫർ വരുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇതിൽ ബൂഫറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം. കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അതേപോലെ കോയിലിൻ്റെ വൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന കണക്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഇത് കട്ടായിട്ടുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ വരുന്നത് 4 ohms ആണ് കോയിലിൻ്റെ ഇമ്പിഡൻസ് വരുന്നത്. മൾട്ടിമീറ്ററിൽ ബസറിൻ്റെ സഹായത്തോടെയാണ് നമ്മളൊരു കോയിൽ കട്ടായിട്ടുള്ളത് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഏകദേശം 1 ഇഞ്ച് 1.25 ഇഞ്ചിൻ്റെ അടുത്തേ ഉള്ളൂ ഇതിൻ്റെ വലിപ്പം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കേസ് വരുന്നത്. ഇതാണ് അതിൽ ബാസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആ ഒരു വൈബ്രേഷൻ കിട്ടുന്നത് ഈ ഒരു ഫൈബർ ഷീറ്റ് കൊണ്ടാണ്. അതിൽ വൂഫറിൻ്റെ ബാസിൻ്റെ സിഗ്നലിൽ തട്ടുകയും അതിലൊരു വൈബ്രേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ഫിറ്റിങ്ങിലായിരിക്കും ഉണ്ടാവുക. സിലിക്കണൊക്കെ ഇട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ കറക്റ്റ് ബാസ് കിട്ടുന്നത്. അപ്പോൾ ഒരു ആക്യുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബൂഫറിൻ്റെ പേപ്പറിന് കറക്റ്റായിട്ടാണ് ഇതിലുള്ളൊരു അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ആ കറക്റ്റ് ബാസും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് ഈ കോയിലിലേക്ക് കണക്ട് ചെയ്യുന്ന വയർ കട്ടായിട്ടുണ്ട്. ഞാനതവിടെ സോൾഡർ ചെയ്തിട്ട് സെപ്പറേറ്റ് ഒരു വയറിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് അഴിച്ച് റെഡിയാക്കാനൊന്നും പറ്റില്ല. എന്താ വെച്ചാൽ അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ സംഭവം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതിനി തിരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബൂഫർ കംപ്ലയിൻ്റ് ആവാനുള്ള മെയിൻ കാരണം നമ്മൾ നല്ല ബാസുള്ള പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഫുൾ വോളിയത്തിലേക്ക് വെച്ച് കുറേ നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ബ്രേക്കായി പോയതായിരിക്കും. അപ്പോൾ ഞാനിത് നേരെ തിരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കറക്റ്റ് എയർ ടൈറ്റ് ചെയ്ത് നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്ററി അതിൻ്റെ മുകളിലാണ് വരുന്നത് ബൂഫറിൻ്റെ. ഇനി നമുക്ക് ഫൈബറിൻ്റെ റൗണ്ട് ഷീറ്റ് ഇട്ട് നമുക്ക് കറക്റ്റ് അടയ്ക്കാം.
അത് ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സർവീസിങ്. നമ്മൾ അടച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി പ്ലേ ചെയ്ത് നോക്കാം. Welcome to the rock music world. The Bluetooth is ready to connect. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.